അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ റബീഉൽ അവ്വൽ എന്ന ഒന്നാം വസന്തം കഴിഞ്ഞ് മറ്റൊരു വസന്തത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒട്ടേറെ മഹാരഥന്മാർ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ ഒരു പ്രത്യേകമായ മുഷറഫായ ഒരു മാസമാണ് റബീഉൽ ആഖിർ എന്ന് പറയുന്നത്. അവരിൽ നമ്മളെപ്പോഴും സ്മരിക്കാറുള്ളൊരു വ്യക്തിത്വമാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ മദദും ഹിമായത്തും നുസ്രത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. മഹാനുഭാവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുത്തുനബിയെ പൂർണ്ണമായി അനുധാവനം ചെയ്തു എന്നുള്ളതാണ്. ഹബീബായി തങ്ങളെ എത്ര കണ്ട് അനുധാവനം ചെയ്യാനൊക്കുമോ അത്രയും അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് അതൊരു കർമ്മമായി തൻ്റെ ജീവിത രീതിയായിക്കൊണ്ട് അതിനെ കൊണ്ടു നടന്നപ്പോൾ അള്ളാഹു വലിയ ആദരവുകൾ നൽകി ആദരിക്കുകയാണ്. നമ്മളൊക്കെ എപ്പോഴും കേട്ടു ശീലിച്ച ഒരു കവിതാ ശകലമാണല്ലോ, 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരുരാ കുളിച്ചോവർ. 40 തവണ റബ്ബിൻ്റെ പരീക്ഷണമായ നിലക്ക് ജനാബത്തുണ്ടാവുകയും ആ 40 തവണയും ഓരോ ജനാബത്തിന് ഉടനെയും കുളിക്കുക എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ സുന്നത്ത് ലഭിക്കാൻ 40 വട്ടവും അവിടുന്ന് കുളി നിർവഹിക്കുകയാണ്. ഉടനെ കുളിക്കുക എന്നത് സുന്നത്താണ്, കുളിച്ചാൽ മതി. ആ വലിയ സുന്നത്തെടുത്തുകൊണ്ട് മഹാനുഭാവൻ തന്നെ പറയുന്നുണ്ടല്ലോ, റബ്ബിൻ്റെ പരീക്ഷണമായ നിലയ്ക്ക് ഇനി ഒരു തവണ കൂടി എനിക്ക് ജനാബത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ അബ്ദുൽ ഖാദിർ ഈ ഭൂമി ലോകത്തുണ്ടാവുമായിരുന്നില്ല. ഇത്രത്തോളം അന്ന് അസഹ്യമായ തണുപ്പുള്ള രാത്രിയിൽ റബ്ബിൻ്റെ ഖദാഇനെ പൂർണ്ണമായി സന്തോഷത്തോടെ സ്വീകരിച്ച് മുത്തുനബിയുടെ സുന്നത്തിനെ എത്ര കണ്ട് മുറുകെ പിടിക്കാൻ കഴിയുമോ, ശരീഅത്ത് എത്ര കണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ അത്ര കണ്ട് മഹാനുഭാവൻ്റെ ജീവിതം അവിടുന്ന് ധന്യമാക്കുകയാണ്. അവിടുത്തെ ഉപ്പയുടെ പരമ്പര ഹസനി പരമ്പരയാണ്, ഉമ്മയുടേത് ഹുസൈനിയാണ്. ഉപ്പയുടെ പരമ്പര നേരെ അബൂ സാലിഹ് എന്നാണ് അവരുടെ നേരെ ഉപ്പയുടെ പേര്. അവരുടെ ഉപ്പ മഹാനാകുന്ന മൂസ റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ യഹ്യ റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ഇബ്നു ദാവൂദ്, ഇബ്നു മൂസ, ഇബ്നു അബ്ദില്ല, ഇബ്നു മൂസ, ഇബ്നു അബ്ദില്ല, ഇബ്ൻ അൽ ഹസൻ അൽ മുസന്ന, ഇബ്ൻ അൽ ഹസൻ, ഇബ്ൻ അലി, ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതാണ് അവരുടെ ഉപ്പയിലൂടെ പോകുന്ന അങ്ങനെ സനത്. ഉമ്മയാകുന്നത് ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഉപ്പ അബ്ദുല്ലാഹി സൗമഇ, അങ്ങനെ ഹസനി, അങ്ങനെ ഹുസൈനി പരമ്പര അങ്ങനെ പോകും. ഇതാണ് അവരുടെ നസബ്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല നാട്, നല്ല മണ്ണ്, അതിൽ നിന്നും നല്ല വിളവുകൾ നമുക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ, പ്രത്യേകമായ നിലക്ക് ആ യതീമുകളുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ആ ഒരു ഇസ്ലാഹിനെ സംബന്ധിച്ച് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒക്കെ ആ വിഷയം പറയുന്നിടത്ത് ആ കുട്ടികളുടെ മാതാപിതാക്കൾ സ്വാലിഹുകളായിരുന്നു. അപ്പം മാതാപിതാക്കൾ നല്ലവരാകുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാത്ത യുവാക്കളോട് പ്രത്യേകമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നുതുഫകളെ എവിടെ നിക്ഷേപിക്കണം എന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അവിടെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സമ്പത്തിനെയോ അല്ലെങ്കിൽ തറവാടിത്തത്തെയോ ഒന്നുമല്ല നോക്കേണ്ടത്. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പയും ഉമ്മയും പൊതുവെ സാഹിദുകളാണ്, പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും. ഉപ്പയുടെ കഥയൊക്കെ നമുക്കറിയാം. വിശന്നപ്പോൾ ഒലിച്ചു വരുന്ന നദിയിലൂടെ ഒലിച്ചു വന്ന ഒരു പഴം കടിച്ചതിൻ്റെ പേരിൽ പിന്നീട് എത്രയോ വർഷക്കാലം ആ ഉടമസ്ഥനെ തേടി നടന്ന് അവരുടെ വീട്ടിൽ ജോലിയെടുത്തു. എത്രത്തോളം സൂക്ഷ്മത പാലിച്ച ഒരു ബാപ്പയുടെ മകൻ, ഒരു ഉമ്മയുടെ മകൻ. ആ ഉമ്മ കൊടുത്ത ആ നിർദ്ദേശം, വസിയത്ത് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടില്ലേ. മോനെ, നീ കളവ് പറയരുത് എന്ന് പറഞ്ഞ ആ വലിയ നിർദ്ദേശം 40 പേരടങ്ങുന്ന വലിയ ഒരു കൊള്ള സംഘത്തെ പൂർണ്ണമായും നന്നാക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ നന്മ, ദീന്, ആ ഉപ്പയുടെ ആ ത്യാഗം, ഇത് കാരണം തന്നെയാണ് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ് ഇന്ന് നിർത്താണ്. ഇൻഷാ അല്ലാഹ് ജീലാനി തങ്ങൾ അങ്ങനെ വിശദീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.